BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ബന്ധം ഉപേക്ഷിച്ച് ഒറ്റപ്പാലത്ത് UDF-നായി കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് PK ശശി. ഇതിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സഹായം തേടി ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF നേതാക്കളെ സമീപിച്ചിരുന്നു എന്നാണ് വിവരം. വ്യാഴാഴ്ച പാലക്കാട് നടന്ന CPM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെ പാർട്ടിയിൽ നിന്ന് PK ശശി പുറത്തായിരിക്കുകയാണ്. 2018 മുതൽ പല പ്രശ്നങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും പതിയെ അകലുകയായിരുന്നു PK ശശി. ഡിവൈഎഫ്ഐയിലെ ഒരു വനിതാ പ്രവർത്തകയ്ക്കെതിരെ ലൈംഗിക പീഡനം നടന്നെന്ന പരാതിയെ തുടർന്ന് പാർട്ടി അന്വേഷണം നടത്തിയപ്പോൾ ഒരു നേതാവിന് യോജിക്കാത്തതാണ് PK ശശിയുടെ പെരുമാറ്റമെന്ന് കണ്ടെത്തി. ഇതോടെ 6 മാസത്തേക്ക് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും ക്രമക്കേട് ഉണ്ടായതായി ആരോപണങ്ങൾ ഉയർന്നു. തുടർന്ന് CPM പാർട്ടിയിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. കൂടാതെ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ പദവികളും സ്വാധീനവും കുറയുകയായിരുന്നു. നിലവിൽ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ശശിയുടെ തീരുമാനം. എന്നാൽ ശശിക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിനോടകം രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ലൈംഗിക അതിക്രമ ആരോപണത്തിൽ ശശിക്കെതിരെ പ്രതിഷേധിച്ചതിനാൽ വോട്ട് ചോദിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതേസമയം ശശി UDF-ൽ എത്തിയാൽ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCCയെ അറിയിച്ചത്. കോൺഗ്രസ് നേതാവ് ഹരി ഗോവിന്ദനെയോ യൂത്ത് കോൺഗ്രസ് നേതാവ് OK ഫാറൂഖിനെയോ ഒറ്റപ്പാലത്ത് പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ പാലക്കാട് വെച്ച് നടന്ന വിമത കൺവെൻഷനിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടിയോട് അകന്നു നിൽക്കുന്നവരടക്കം 1000-ലേറെ ആളുകളുടെ സ്വീകരണമാണ് PK ശശിക്ക് ലഭിച്ചത്. ഇതോടെ തങ്ങളുടേത് വിമതരുടെ കൂട്ടായ്മയല്ലെന്നും വിപ്ലവകാരികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണെന്നും മുൻ MLA ആയ PK ശശി പ്രസ്താവിക്കുകയായിരുന്നു. ഈ CPM വിമത കൺവെൻഷനിൽ 2 മുൻ ഏരിയ സെക്രട്ടറിമാർ അടക്കമുള്ള പ്രമുഖരാണ് പങ്കെടുത്തത്. ആരും പാർട്ടിക്ക് പുറത്തു വന്നതല്ല എന്നും ഈ അവസ്ഥ ജില്ലാ നേതൃത്വം ഉണ്ടാക്കിയതാണെന്നും ശശി പ്രസ്താവിക്കുന്നത്. കൂടാതെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ പേരെടുത്തു പറഞ്ഞായിരുന്നു ശശിയുടെ പ്രസംഗം. കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി മെഡിക്കൽ ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോ അതിന് തയ്യാറില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ആലോചിക്കണം, ഈ അധികാരം ഉപയോഗപ്പെടുത്തി എന്തൊക്കെ തോന്നിവാസമാണ് ഈ പാലക്കാട് ജില്ലയിൽ നടത്തിയത്. എത്ര പേരെയാ നടപടിയെടുത്തത്? ഇങ്ങനെ ഓരോ പ്രദേശത്ത് വടക്കത്തേരിക്കാർക്ക് ഇവർക്കൊക്കെ ഒരുപാട് കഥകളും അനുഭവങ്ങളും പറയാനുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർ, ക്രൂരമായി ആക്രമിക്കപ്പെട്ടവർ, സമാധാനത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ അസാധ്യമാക്കിയ ഒരു സാഹചര്യം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കാൻ പാടുമോ? അധികാരം അതിനു വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത്? പണപ്പിരിവിന് യാതൊരു കുഴപ്പമില്ല. എല്ലാ മാസവും എന്തെങ്കിലും ഒരു പിരിവുണ്ടാവും. ഇങ്ങനെ പിരിവുണ്ടായ ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ നിങ്ങളോട് പറയാ, എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധം കൊണ്ട് പറയുന്നില്ല. ഈ വിദ്വാൻ എത്രയോ മഹാന്മാരിരുന്ന കസേരയാട്ടോ അത്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ആ മാധ്യമ പ്രവർത്തകയെ പറ്റി പറയാണ്. മാധ്യമ പ്രവർത്തക ഇവിടെ ഉണ്ടായിരുന്നു, ഇവരെപ്പോ കാണാനില്ല. അവരുണ്ടായിരുന്നു ഇവിടെ, ഞാൻ കണ്ടുവരെ. അവരുൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ പറയാ, ആരൊക്കെ ഇരുന്ന കസേരയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കസേര? അങ്ങനെയല്ലേ സ്വാഭാവികമായും ചെയ്യേണ്ടത്? നടന്നോ? എത്ര പരാതി കൊടുത്തു? മണ്ണാർക്കാടിന്റെ കൃത്യമായ കണക്ക് ഞാൻ പറയാം, 686 പരാതികളാണ് മണ്ണാർക്കാട് നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പല പാർട്ടി ജില്ലാ നേതാക്കന്മാരുടെ പേരിൽ
AKG സെന്ററിലേക്കും ഡൽഹിയിലെ AKG ഭവനിലേക്കും പ്രവഹിച്ചത്. ചിറ്റൂരിൽ നിന്ന് പ്രവഹിച്ചത് 400 ചില്ലാനം പരാതികളാണ്. വടക്കഞ്ചേരിയിൽ നിന്ന് 160ഓളം പരാതികൾ. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോയ ഈ പരാതികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. 500 പേരെ പ്രതീക്ഷിച്ചിരുന്ന കൺവെൻഷനിലേക്ക് 1000-ലേറെ പേർ എത്തിയത് വിമത നീക്കം ശക്തിപ്പെട്ടു എന്നതിന് സൂചനയായാണ് കണക്കാക്കുന്നത്. അതേസമയം PK ശശിയെ CPM-ൽ നിന്നും ഔദ്യോഗികമായി പുറത്താക്കിയതായാണ് EN സുരേഷ് ബാബു വ്യക്തമാക്കുന്നത്. വിമതരുടെ കൺവെൻഷനിൽ CPM-നെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തിയതിനെ തുടർന്നായിരുന്നു ഈ അറിയിപ്പ്. ഒറ്റപ്പാലത്തിന് UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശശിക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.